നമസ്കാരം. നമ്മുടെ ലളിതാ സഹസ്രനാമത്തിലെ 18ാമത്തെ നാമമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇത് ദേവിയുടെ കണ്ണുകളെ കുറിച്ച് പറയുന്ന നാമമാണ്. ഇത് ഭക്തിപൂർവമാണോ, പ്രേമപൂർവമാണോ, അല്ലെങ്കിൽ ഭയന്നിട്ടാണോ, ഇതെങ്ങനെയാണ് ഇത് ജപിക്കേണ്ടത്? പലരും നാമം ജപിക്കുന്നത് പലതരത്തിലാണ്. ചിലർ ഭയന്നിട്ട്, ചിലർ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് എനിക്കത് വേണേ അങ്ങനെ. അപ്പോൾ അതാരെയും കുറ്റം പറഞ്ഞതല്ല. ആനന്ദം, സന്തോഷം, ഉള്ളിലുള്ള ദേവിയുടെ മുഖം കണ്ടുള്ള ആനന്ദം, ആ ആനന്ദവും മധുരവും നമ്മളിൽ ഉണ്ടായാൽ തന്നെ ആ ദേവി നമുക്ക് വേണ്ടുന്നതെല്ലാം തന്നുകൊള്ളും. അതങ്ങനെയാണ്. അപ്പോൾ ഇത് ദേവിയുടെ ആ സൗന്ദര്യ വർണ്ണനയാണ്. ഈ 18ാമത്തെ നാമം ഒന്ന് ശ്രദ്ധിക്കുക. ഓം വക്രലക്ഷ്മി പരീവാഹ ചലത് മീന ആഭ ലോചനായൈ നമ എന്നാണ്. വക്രലക്ഷ്മി, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ തന്നെ കാന്തി, ഐശ്വര്യം, മുഖമാകുന്ന ഐശ്വര്യം. ദേവിയുടെ മുഖം ഐശ്വര്യം തന്നെയാണ് ദേവി. അപ്പോൾ വക്രലക്ഷ്മി, ദേവിയുടെ ഐശ്വര്യപൂർണമായ മുഖമാകട്ടെ. പരീവാഹ, പരീവാഹ എന്ന് പറഞ്ഞാൽ നിറഞ്ഞു കവിഞ്ഞ പ്രവാഹം എന്നാണ് അർത്ഥം. ദേവിയുടെ മുഖത്ത് എന്താണ് നിറഞ്ഞു കവിയുന്നത്? നിറഞ്ഞു കവിയുന്നതെന്ന് പറഞ്ഞാൽ ഐശ്വര്യമാകുന്ന ദേവിയുടെ മുഖ കാന്തി തന്നെയാണ് വക്രലക്ഷ്മി. അപ്പോ ദേവിയുടെ മുഖകാന്തി തന്നെ നിറഞ്ഞു കവിയുന്ന പ്രവാഹമായി മാറുന്നു. അതില് ചലത്ത് മീൻസ് ചലിക്കുന്ന. മീന എന്ന് പറഞ്ഞാൽ മീനുകൾ. ആഭ ലോചനായ നമ, മീനുകളുടെ ആകൃതി പോലെയുള്ള മനോഹരമായ ലോചനങ്ങളുടെ പ്രഭ. അപ്പോ ദേവിയുടെ മുഖം മനസ്സിൽ കാണുക. ആ ദേവിയുടെ മുഖത്തിൽ ഐശ്വര്യം ഇങ്ങനെ കവിഞ്ഞൊഴുകുന്നു. ആ പ്രവാഹത്തിൽ ഇളകിത്തുടിക്കുന്ന 2 കണ്ണുകൾ, അത് മീനിന്റെ ആഭ. മീൻ ആഭ ലോചനായ നമ. കണ്ടോ, മീന ആഭ ലോചനായ നമ. ആ കണ്ണുകള് ഇങ്ങനെ ഇളകി തുടിക്കുക. ഒരു വലിയ പ്രവാഹത്തിൽ, അല്ലെങ്കിൽ ജലപ്രവാഹം, അല്ലെങ്കിൽ ജലം, അതില് മീനുകൾ ഇളകി തുടിക്കുന്നത് എങ്ങനെ ആയിരിക്കും? അതെന്ത് മനോഹരമായിരിക്കും. അതുപോലെ ദേവിയുടെ ഐശ്വര്യ കാന്തി നിറഞ്ഞ ആ പ്രവാഹത്തിൽ, മുഖകാന്തിയിൽ, ആ പ്രവാഹത്തിൽ മീനുകളെ പോലെ ആ 2 കണ്ണുകൾ ഇളകി തുടിക്കുന്നു. അത്ര മനോഹരമായ കണ്ണുകൾ എന്നാണ് ഓം വക്രലക്ഷ്മി പരീവാഹ ചലത് മീന ആഭ ലോചനായ നമ എന്ന് പറയുന്നത്. അപ്പൊ അത് ചേർത്ത് പറയുമ്പോൾ എങ്ങനെ പറയും? ഓം വക്രലക്ഷ്മി പരീവാഹ ചലന്മീ ലാഭലോചനായ നമ. ഒന്നുകൂടെ പറയാം. ഓം വക്രലക്ഷ്മി പരീവാഹ ചലന്മീ ലാഭലോചനായ നമ എന്ന് പറയും. അപ്പൊ അത് ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെ പറയുമെങ്കിലും ഓരോ വാക്കും സ്പ്ലിറ്റ് ചെയ്തുള്ള അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത നാമവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോയെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതനുസരിച്ചാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്ന് കരുതിയിട്ട് ഞാൻ ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ നാമങ്ങൾ കൂടുതൽ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ പ്രതികരണം അനുസരിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതാണ്. നമസ്കാരം.